ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നേ ഒരു നാടൻ ഉച്ചയൂണിനുള്ള പരിപാടിയാണ്. വെറും ഊണല്ല കേട്ടോ, നല്ല നാടൻ ബീഫ് കറിയും മോരും തോരനും കപ്പയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഊണ്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ, അതുകൊണ്ട് ഒന്നിനൊരു കുറവ് വേണ്ടെന്ന് വിചാരിച്ചു. ഇത് ഫ്രോസൺ കപ്പയാണേ, നല്ല വൃത്തിക്ക് കട്ട് ചെയ്തത്. കുക്കറിൽ വെച്ച് വേവിച്ച 2 വിസിൽ മതി, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഈ ബീഫിന്റെ കളർ കണ്ടിട്ട് എനിക്ക് നല്ല അലുവ കഷ്ണം പോലെയാണ് തോന്നുന്നത്. അപ്പതേ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കണം. ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടേ നമ്മുടെ കത്തിപ്പയറുണ്ട്, അതുപോലെ തന്നെ ബീൻസും ഉണ്ട്. ബീൻസ് വേണോ കത്തിപ്പയർ വേണോ, കത്തിപ്പയർ വേണോ ബീൻസ് വേണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. അവസാനം ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കപ്പയ്ക്കൊക്കെ നമ്മൾ സാധാരണ അരയ്ക്കുന്ന അരപ്പ് തന്നെയാണ്. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കൂട്ട്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. 1.5 മണിക്കൂർ ഈ അടുക്കളയിൽ നിന്നിട്ടേ 3 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ ഈ ടെക്നിക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിലും കൂടെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാലോ എന്ന് ഓർത്തു പോകും. ബീഫിനെ നമ്മൾ സാധാരണ പോലെ മസാലയെല്ലാം നന്നായിട്ട് കൈകൊണ്ട് ചേർത്ത് യോജിപ്പിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു. അതിനുശേഷമാണ് സവോള നല്ലോണം വഴറ്റി ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ ചേർത്ത് നല്ല ഗുളുഗുളാ തിളയ്ക്കുന്ന ബീഫിലേക്ക് ഈ മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തു. തനി നാടൻ എന്ന് പറഞ്ഞിട്ടേ അതിലൊരു ഓംലെറ്റ് ഇല്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പൊ നല്ല സുടാ കുത്തരി ചോറും തോരനും കപ്പയും പിന്നെ ബീഫ് കറിയും കുറുകിയ മോരും കുഞ്ഞിന് ഓംലെറ്റും ഉള്ള നല്ലൊരു ഊണ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ പിന്നെ കാണാം. ബൈ.